ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്നവർ ചില ടോപ്പിക് സജഷൻസ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റാറില്ല, കാരണം അതൊരു 15 മിനിറ്റിൻ്റെ ഒരു ടോപ്പിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ 15 മിനിറ്റിൽ ഒതുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത്തവണ ഏതായാലും സജസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അത് സജസ്റ്റ് ചെയ്തത് എൻ്റെ പ്രിയ ശിഷ്യ ബിന്ദു സനലാണ്. ബിന്ദു സനൽ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് അധ്യാപികയാണ്. അപ്പോൾ ബിന്ദു സജസ്റ്റ് ചെയ്ത വിഷയം എന്താണെന്നോ, ലേറ്റ് കമ്മിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ ടീച്ചർ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അത് തമാശയായിട്ടാണ് തോന്നിയത്. ലേറ്റ് കമ്മിങ്ങിനെ കുറിച്ച് എന്ത് പറയാനാണ്, പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നി. കാരണം ഇതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ലേറ്റ് കമ്മർ ആകുമ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട്. അതുമാത്രമല്ല, മറ്റുള്ളവര് സമയത്തിന് വരാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് എന്തുകൊണ്ടും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണെന്ന് തോന്നി. ലേറ്റ് കമ്മിങ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അത് വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണാറുള്ളത് പലപ്പോഴും. അതിൻ്റെ ഒരു കാരണം, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഈ ലേറ്റ് കമ്മിങ് എന്തെല്ലാം തരത്തിലാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, ലേറ്റ് കമ്മിങ് എന്തെല്ലാം തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു തീരുമാനമെടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ എല്ലായിടത്തും സമയത്തിനെത്തുന്നതാണ്. ഈ സമയനിഷ്ഠയും കൃത്യനിഷ്ഠയുമുള്ള ആളുകളോട് നമുക്ക് തീർച്ചയായിട്ടും ബഹുമാനം തോന്നുമല്ലേ? അതില്ലാത്തവരുടെ വിശ്വാസ്യത പലപ്പോഴും പ്രശ്നത്തിലാണ്. ചില ആളുകൾ എപ്പോഴും വൈകിയെത്തുന്നവരാണ്. എന്തു പറഞ്ഞാലും രക്ഷയില്ല അല്ലേ? അതിന്റെ പിന്നിൽ ചില സൈക്കോളജിക്കൽ റീസൺസ് ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് സത്യം. ടൈം ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയും. അപ്പൊ സമയത്തിന്റെ ഒരളവിനെ കുറിച്ച് വേണ്ടത്ര ബോധമില്ലാതെ വരിക. അവർക്ക് ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണ്ടി വരും. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണത് അങ്ങനെയുള്ളവരെ കുറിച്ചൊന്നും അല്ല കേട്ടോ. ഇതൊന്നും അല്ലാതെ വൈകി വരുന്ന കുറെ അധികം ആളുകളുണ്ട്. അപ്പൊ അവര് 3 കാറ്റഗറീസ് ഉണ്ട്. ഒന്നാമത്തെ കൂട്ടര് 1-2 മിനിറ്റ് എവിടെയും ഓടിപ്പടഞ്ഞെത്തുന്നവരാണ്. സത്യം പറഞ്ഞാലേ അവരെല്ലായിടത്തും കൃത്യസമയത്ത് എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ രണ്ടാമത്തെ കൂട്ടര് കുറച്ചധികം സമയം വൈകി വരുന്നവരാണ്. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് കേട്ടോ, എവിടെയെങ്കിലും സമയത്തിന് എത്തണമെന്നുള്ള കാര്യം അവർ മറന്നേ പോകും. വൈകി എത്തുന്നത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ? പലതും നമുക്ക് സമയത്തിന് ചെയ്തു തീർക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് നമുക്കുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സമയം. ഈ സമയം പാഴായി പോകുന്നതിൽ ഈ ലേറ്റ് കമ്മിങ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തേ മതിയാവൂ. ഈ ലേറ്റ് കമ്മിങ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനിനി മേലാൽ വൈകി പോകുന്നതല്ല എന്ന ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചേക്കും. ആ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം വളരെ വലുതായിരിക്കും. ചില പ്രത്യേക കാരണങ്ങളാൽ ചിലപ്പോൾ നമ്മൾ വൈകും. അപ്പൊ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്നത് എന്തായിരിക്കണം? എന്തോ തക്കതായ കാരണമുണ്ട്, അതാണ് അയാൾ വൈകുന്നത്. അല്ലാതെയുള്ള ലേറ്റ് കമ്മിങ് എന്ത് വില കൊടുത്തും നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ലേറ്റ് കമേഴ്സ് എല്ലാവരും ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. അപ്പൊ ലേറ്റ് കമേഴ്സിന് പറ്റുന്നത് അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതിന് വേണ്ടത്ര സമയം കണ്ടെത്താൻ പറ്റാതെ വരുമ്പോഴാണ് അവർ വൈകുന്നത്. അപ്പൊ ഇത് അവരിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും. ഓടിപ്പടഞ്ഞ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിങ്ങനെ പതിവായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആവശ്യത്തിന് സമയം കണ്ടെത്താൻ പറ്റാത്തതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തുടങ്ങാൻ വൈകുന്നതാകാം. പ്രൊക്രാസ്റ്റിനേഷൻ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണല്ലേ. കാരണങ്ങൾ കൂടാതെ കാര്യങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളത് ലേറ്റ് കമ്മിങ്ങിന്റെ വലിയൊരു കാരണങ്ങളിൽ ഒന്നതാണ്. അത് മാറ്റിയാൽ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആവും. രണ്ടാമത്തെ കാര്യം, ഈ ലേറ്റ് കമ്മിങ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിക്കുന്ന ഒന്നാണ്. ഒരാള് ഒരു സമയത്ത് നമ്മളെ കാണാമെന്ന് പറഞ്ഞു, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആള് വരുന്നില്ല. നമുക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലേ? അയാളോട് വളരെ ദേഷ്യം തോന്നും. ഇങ്ങനെയുള്ള ആളുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന് തോന്നും. കാരണം നമ്മുടെ സമയത്തിന് ഒരു വിലയും കൊടുക്കാത്ത ഒരാൾ. ഇത് തീർച്ചയായിട്ടും നമ്മളോടുള്ള ഒരു ബഹുമാനക്കുറവായി നമുക്ക് ഫീൽ ചെയ്യും. തിരിച്ച് നമ്മൾ ഇതുപോലെ ലേറ്റ് കമർ ആകുന്ന സന്ദർഭത്തിൽ മറ്റേയാളുടെ ഫീലിംഗ് എങ്ങനെയായിരിക്കും? ഇതുപോലെയുള്ള ഫീലിങ്സ് മറ്റേയാൾക്ക് നമ്മളോടുണ്ടാവും. അപ്പൊ പരസ്പരം ഒരു ബഹുമാനക്കുറവിന് ഇത് കാരണമാകും. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ
വിശ്വാസ്യത നഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കും. അപ്പൊ പരസ്പരം ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാവും. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരാളാണെന്നുള്ള ഒരു അർത്ഥവും കൂടി അതിനകത്തുണ്ടല്ലോ. തീർച്ചയായും ഈ കൃത്യമായിട്ട് സമയം പാലിക്കുന്ന ആളുകളുമായിട്ടുള്ള ഡീലിങ്സ് തന്നെ എത്രയോ സൗകര്യപ്രദമാണ്. നമ്മൾ സമയം പാലിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരും സമയം പാലിക്കാൻ നിർബന്ധിതരാകും. എൻ്റെ ടീച്ചർ പ്രൊഫസർ രമ ഇതുപോലെ എവിടെയും സമയത്തിന് മുമ്പേ എത്തുന്ന ആളാണ്. ടീച്ചർ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ചെയ്തിരിക്കും. ടീച്ചറിന്റെ അടുത്ത് സമയനിഷ്ഠ പാലിക്കാതിരിക്കാൻ എനിക്കാവില്ല. അതേസമയം സമയനിഷ്ഠ ഇല്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുക? അയാൾ 5 മണി എന്ന് പറഞ്ഞാൽ എന്തായാലും എത്തുമ്പോൾ 5:30 ഇതിനേക്കാൾ നല്ലത് എന്താ? 5 മണി എന്ന് പറഞ്ഞാൽ അയാൾ കൃത്യം 5 മണിക്ക് എത്തും. അതുകൊണ്ട് ഞാൻ അവിടെ 5 മണിക്ക് എത്തിയേ മതിയാവും. അതൊരു സൂപ്പർ ആയിട്ടുള്ള കാര്യമല്ലേ? ഈ വൈകി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ഇതാണ്: ഞാൻ സമയത്തിന് വില കൊടുക്കാത്ത ഒരാളാണ്. സമയത്തിന് വില കൊടുക്കാത്ത ഒരാള് അയാളുടെ ജീവിതത്തിന് വില കൊടുക്കുന്നില്ല. അങ്ങനെ സ്വയം ജീവിതത്തിന് വില കൊടുക്കാത്ത ആളുകൾക്ക് മറ്റുള്ളവരെങ്ങനെ വില കൊടുക്കും? മൂന്നാമത്തെ കാര്യം, ജോലി സ്ഥലത്ത് വൈകി വരുന്ന ആളുകളുണ്ട്. ഒരു പ്രശ്നമില്ലാതെ വൈകി വരും. ആ വൈകി വരുന്നതിൽ അവർക്കൊരു ചമ്മലില്ല, അതിലൊരു തെറ്റും അവർ കാണുന്നില്ല. മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അർഹതപ്പെടാത്ത ഒരു സാധനം നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ് മോഷണം എന്ന് പറയുന്നത്. ജോലിക്ക് പോകുമ്പോൾ വൈകില്ലേ? അതിലിങ്ങനൊരു സംഭവമുണ്ട്. നമ്മൾ ഇത്രയും സമയം ജോലി ചെയ്യുന്നതിനാണ് ശമ്പളം വാങ്ങുന്നത്. അപ്പോൾ 10 മിനിറ്റ് ഞാൻ വൈകി ചെന്നാൽ ആ 10 മിനിറ്റത്തെ ശമ്പളം ഞാൻ അർഹതയില്ലാതെ കൈപ്പറ്റുന്നു. എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം ഞാൻ സ്വന്തമാക്കുന്നു. അത് ശരിക്കും ഒരു മോഷണമല്ലേ? ഇത് വേറൊരാൾ പറഞ്ഞതാണ് കേട്ടോ, പക്ഷെ അത് വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നി. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് വൈകി ചെല്ലാൻ കുറച്ചൊരു വിഷമം തോന്നുന്നില്ലേ നമുക്ക്? അപ്പോൾ വൈകി ചെല്ലുക എന്ന് പറഞ്ഞാൽ അതില് വേറെയും പല കാര്യങ്ങളുണ്ട്. ജോലി ചെയ്യാനുള്ള താല്പര്യക്കുറവ്, അതുമാത്രമല്ല നമ്മളിങ്ങനെ വൈകി ചെല്ലുമ്പോൾ അതുമൂലം അവിടെയുള്ള പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ ചെന്ന് ജോലി തുടങ്ങിയിട്ട് വേണം ബാക്കിയുള്ളവർക്ക് അതിന്റെ കണ്ടിന്യൂഷനായിട്ട് ജോലി ചെയ്യാൻ. ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നോ, ഓടിപ്പടഞ്ഞ് 1-2 മിനിറ്റ് വൈകി അല്ലെങ്കിൽ 5 മിനിറ്റ് വൈകി എത്തുന്നവരുണ്ട്. അക്കൂട്ടത്തിൽ ഞാനും പെടുകട്ടോ. സത്യം പറഞ്ഞ ഇവർ കൃത്യസമയത്ത് എത്തണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ്. അതനുസരിച്ച് സമയം പ്ലാൻ ചെയ്യുന്നവരാണ്. ഒരു കാര്യമില്ലാതെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. 7 മണിക്ക് ഒരു ബസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ 7:01, 7:02. അപ്പൊ ബസ് ഇങ്ങനെ സ്റ്റോപ്പിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും. അതിന്റെ പിൻഭാഗം കണ്ട് നിൽക്കുക എന്നുള്ളത് ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. അതുമാത്രമല്ല ഇവർക്ക് അപകടങ്ങളും ഉണ്ടാകും. ഓടിപ്പടഞ്ഞ് ബസ്സിൽ കയറുക, ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ എത്തുമ്പോൾ ട്രെയിൻ വിട്ട് പതുക്കെ പതുക്കെ മൂവ് ചെയ്യാണ്. അപ്പോഴും നമുക്ക് ചാടി കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പ്രശ്നമുണ്ട്. നമ്മൾ കൃത്യസമയം കണക്കാക്കി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യസമയത്ത് എത്തണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരുമാണ് നമ്മളെങ്കിൽ ആ ഡ്രൈവിങ്ങിൽ അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ശീലമുള്ളവര് സ്വയം ഡ്രൈവ് ചെയ്യാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സ്വയം ഡ്രൈവ് ചെയ്താണ് പോകുന്നതെങ്കിൽ എത്തേണ്ട സമയത്തേക്കാൾ ഒരു 10-15 മിനിറ്റ് നേരത്തെ എത്തണമെന്ന് പ്ലാൻ ചെയ്ത് തന്നെ ഇറങ്ങുക. ഈ സമയത്തിന് എത്തണമെന്ന് അതിയായിട്ട് ആഗ്രഹമുള്ളവർക്ക് നന്നാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരു 15 മിനിറ്റ് നേരത്തെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് IST കുറിച്ചാണ്. IST എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. പക്ഷെ നമ്മൾ ഇന്ത്യക്കാര് അതിന് വേറൊരു എക്സ്പാൻഷൻ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ സ്ട്രെച്ചബിൾ ടൈം. ഇത് നമ്മുടെ പല പരിപാടികളെയും ബാധിക്കാറുണ്ട്. നമ്മളൊരു സമയം പറയുമല്ലേ, മീറ്റിംഗ് ഇന്ന സമയത്ത് തുടങ്ങും, 3 മണിക്ക് തുടങ്ങും. അപ്പം തന്നെ കുറെ പേര് മനസ്സിൽ ചിന്തിക്കും അത് തുടങ്ങി വരുമ്പോൾ എന്തായാലും 3:30 ആകും. അപ്പൊ ഏറ്റവും രസം എന്താണോ, ചില ആളുകൾ സമയത്തിന് വരും, ചില മര്യാദക്കാർ കൃത്യസമയത്തൊക്കെ വരും. അപ്പൊ ഈ സംഘാടകരും എന്താ ചെയ്യുക, അവര് വെയിറ്റ് ചെയ്തോട്ടെ എന്ന് ചിന്തിക്കും. എന്നിട്ട് അവർ വൈകി വരുന്നവർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ പീനലൈസിങ് ദ പീപ്പിൾ ഹു ആർ ഓൺ ടൈം ആൻഡ് റെസ്പെക്ടിങ് ദ പീപ്പിൾ ഹു ആർ കമ്മിങ് ലേറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല 15 പേര് 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ 150 മിനിറ്റ് അവിടെ വേസ്റ്റ് ആയി എന്ന് തന്നെയാണ് ഗണിതശാസ്ത്രം അടിസ്ഥാന വിഷയമായിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്താണെന്നോ, നമ്മൾ അത്യാവശ്യമായിട്ട് ചെല്ലേണ്ട ചില ഇടങ്ങളുണ്ടാവും. അവിടെ നമ്മൾ ചെന്നാലേ കാര്യങ്ങൾ നടക്കൂ. അവിടെയും വൈകി എത്തുന്നവരുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് ക്ലാസ്സിൽ വൈകുമ്പോൾ അങ്ങനെയാണ്. ഞാനിത് വളരെ തെറ്റാണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ചില മേലധികാരികളുണ്ട് കേട്ടോ. ആ ഒരു കറക്ഷൻ കൊണ്ട് ചിലപ്പോൾ ഒരു തലമുറയെ തന്നെ അവർ രക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെ വൈകി എത്തുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ, നമ്മൾ ആരെങ്കിലും പഴി പറയും. മിക്കവാറും നമ്മുടെ മന്ത്രിമാരൊക്കെ പറയണ പോലെ സിസ്റ്റം എററാണെന്നൊക്കെ പറയും. അത് സിസ്റ്റത്തിന്റെ തകരാറാണ്.
റോഡൊക്കെ ബ്ലോക്കാണ്, വണ്ടികൾ സമയത്തിന് ഓടുന്നില്ല, റോഡിൽ ഗട്ടറാണ്, ഇതൊക്കെ നമ്മൾ പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം വൈകിയപ്പോൾ ഞാൻ കോളേജിലേക്ക് പ്രിൻസിപ്പലിനെ വിളിച്ചു. ഞാൻ എത്താൻ കുറച്ച് വൈകും, റോഡ് ബ്ലോക്കാണ്, ബസ് ബ്ലോക്കിൽ പെട്ട് കിടക്കാണ്. അപ്പൊ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ഒരു ടാക്സി പിടിച്ച് വേഗം കോളേജിലേക്ക് എത്തുക. അവിടെ 90 കുട്ടികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ 5 മിനിറ്റോ 10 മിനിറ്റോ വൈകിയാൽ 90 × 10 900 മിനിറ്റാണ് അവിടെ വേസ്റ്റ് ആകുന്നതെന്ന് പറഞ്ഞു തന്ന ഒരു പ്രിൻസിപ്പൽ എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ വൈകി ചെന്നപ്പോൾ പ്രിൻസിപ്പൽ ക്ലാസ്സിനകത്തുണ്ട്. അദ്ദേഹം എന്തോ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ക്ലാസ്സിൽ ചെന്നതും അദ്ദേഹം ചോക്കും ഡസ്റ്ററും ഒക്കെ എൻ്റെ കയ്യിൽ തന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഒരക്ഷരം എന്നോട് പറഞ്ഞില്ല. മീറ്റിങ്ങുകളിലെ വേറൊരു രസം, തുടങ്ങാൻ മാത്രമല്ല വൈകാറ്, ചില മീറ്റിങ്ങുകൾ അവസാനിക്കാനും വൈകും. ഇതെപ്പോൾ അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. അവസാനം ഓരോരുത്തർ പോയി മീറ്റിംഗ് മേ കം ടു എ നാച്ചുറൽ എൻഡ്. ഇങ്ങനെ വൈകിയ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. 6ാമത്തെ കാര്യം, നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത, പൊറുക്കാൻ പറ്റാത്ത ഒരു വൈകി വരവുണ്ട് കേട്ടോ. അത് വീടുകളിലാണ് സംഭവിക്കുന്നത്. വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ചില പ്രത്യേക ആളുകളുടെ ചുമതലയിലായിരിക്കുമല്ലോ. വേറെ ആരും തിരിഞ്ഞു നോക്കാറുമില്ല, സഹായിക്കാറുമില്ല. ഇവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് വിളമ്പി വെക്കും. ഇത്രയായാൽ പോലും ഭക്ഷണം സമയത്തിന് വന്ന് കഴിക്കില്ല. വൈകി വരിക, ഭക്ഷണം വിളമ്പി വെച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുക. അപ്പൊ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഈ വൈകി വരവ് കൊണ്ട് പലപ്പോഴും നടക്കാറില്ല. ഇതൊരു വല്ലാത്ത വൈകി വരവാണ് കേട്ടോ. എത്ര വിളിച്ചാലും വരില്ല. നമ്മൾ സ്ഥലത്തുണ്ടെങ്കിൽ ഭക്ഷണമായി എന്ന് കാണുമ്പോൾ അതുണ്ടാക്കാൻ സഹായിക്കേണ്ടതാണ്. അത് പോട്ടെ, സമയത്തിന് കഴിക്കുകയെങ്കിലും ചെയ്യുക, അവിടെ വൈകാതിരിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് അത് വലിയ ആശ്വാസമായിരിക്കും. പലപ്പോഴും ഇതിന് ഇങ്ങനെ വൈകി വരുന്നവരെ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും. ഞാൻ 4 NSS ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ NSS ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അവിടെ താമസിക്കുന്നു, അവരുടെ ഭക്ഷണം. അപ്പൊ അതില് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു, എല്ലാവരും സമയത്തിന് വന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസമാകും. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഇവർ വൈകി വരും കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ നടന്ന് ഭക്ഷണം കഴിക്കാൻ വൈകി വരും. അപ്പൊ നമ്മുടെ ചിന്ത ഏതാ? നമ്മുടെ ഭക്ഷണമല്ലേ, നമുക്ക് വൈകി വന്നാൽ പോരെ. അപ്പൊ ഒരു തവണ ഞാൻ എന്ത് ചെയ്തെന്നാ, ക്ലോസ് ചെയ്ത് കളഞ്ഞു. 2 മണിയായപ്പോൾ ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ വന്നു ഉച്ചയ്ക്ക്. അപ്പൊ ഞാൻ മെസ്സ് ക്ലോസ് ചെയ്തു. അവസാനം കുട്ടികൾ വിശന്ന് കരഞ്ഞു വന്ന്. പക്ഷെ എനിക്കതിൽ കുറ്റബോധമൊന്നും തോന്നിയില്ല കേട്ടോ. ഭക്ഷണമൊക്കെ അത് കഴിഞ്ഞ് കൊടുത്തു. അവര് തെറ്റു പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അവർ വൈകിട്ടില്ല. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും മറ്റുള്ളവര് സമയനിഷ്ഠ പാലിക്കുന്നുണ്ടോന്ന് ഉറപ്പാക്കുകയും വേണം. കാരണം എല്ലാ മനുഷ്യർക്കും സമയനിഷ്ഠ പാലിക്കാതിരിക്കുന്നതാണ് സുഖം. ഈ കംഫർട്ട് സോൺ അവിടെയും പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. സീനിയർ സിറ്റിസൺസിന് വേണ്ടി വീഡിയോസ് പലപ്പോഴും ചെയ്യാറുണ്ട്. പ്രായമായവർ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെയുള്ള നമ്മുടെ ഒരു ടൈം കാൽക്കുലേഷൻ ഉണ്ട്. നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ നമ്മൾ എടുത്തിരുന്ന ഒരു സമയമുണ്ട്. അതിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഏജിങ് പ്രോസസ് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. പിന്നെ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലേ, അതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ. അപ്പൊ അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രായമാകുമ്പോൾ. അപ്പൊ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരുങ്ങുമ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ വെച്ചത് എവിടെയാണെന്ന് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. പിന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മൾ പണ്ട് എടുത്തിരുന്ന സമയത്തെക്കാളും കൂടുതൽ സമയം വേണം. അപ്പൊ അത്രയും സമയം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ലേറ്റ് കമ്മിങ്ങിനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. എന്തായാലും ഒരു തോന്നലില്ലേ, ഇത് വലിയ നാണക്കേടാണ് ഈ ലേറ്റ് ആയിട്ട് വരിക എന്നുള്ളത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ മനുഷ്യരല്ലേ, എന്തെങ്കിലും തക്കതായിട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ വൈകാം. അത് വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ 2026 അടുത്ത റെസൊല്യൂഷൻ വൈകി വരവ് അവസാനിപ്പിക്കുക. ചിലർ മാർച്ച് മാസത്തിലെ ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സെൽഫ് എംപവർമെന്റ്, സെൽഫ് ഇംപ്രൂവ്മെന്റ്, മൈൻഡ് പവർ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മാർച്ച് മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിക്കുന്നത് 8-ാം തീയതിയാണ്. 15-ാം തീയതി അവസാനിക്കും. 8 ദിവസം തുടർച്ചയായിട്ട് രാത്രി 8 മണി മുതൽ 9 മണി വരെ ഗൂഗിൾ മീറ്റിലാണ് പ്രോഗ്രാം. കുറച്ചു പേരൊക്കെ താല്പര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനിയും താല്പര്യമുള്ളവർ ഉടനെ അറിയിക്കുക. 9388605198 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് താല്പര്യമുണ്ടെന്ന് അറിയിച്ചാൽ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ നൽകുന്നതാണ്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.